ഡോക്ടർ അഞ്ജന. ഞാൻ പട്ടം SUT ഹോസ്പിറ്റലിൽ കൺസൾട്ടന്റ് ഗൈനക്കോൺകോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. നമുക്ക് എന്താണ് എൻഡോമെട്രിയൽ ബയോപ്സി എന്ന് നോക്കാം. അതെന്തിനാണ് എൻഡോമെട്രിയൽ ബയോപ്സി ചെയ്യുന്നത്, എങ്ങനെ ചെയ്യുന്നു, അതിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് എന്നിവ നമുക്കിവിടെ നോക്കാം. നമ്മുടെ ഗർഭപാത്രത്തിലെ അകത്തെ ലൈനിങ് ആണ് എൻഡോമെട്രിയം. അതിൽ നിന്ന് കോശങ്ങൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് എടുക്കുന്നതാണ് എൻഡോമെട്രിയൽ ബയോപ്സി. ഇത് നമുക്ക് എൻഡോമെട്രിയൽ ക്യാൻസറോ അതിന് മുന്നോടിയായിട്ടുള്ള എന്തെങ്കിലും സ്റ്റേജോ ഉണ്ടോ എന്ന് അറിയാനാണ് നമ്മൾ എൻഡോമെട്രിയൽ ബയോപ്സി ചെയ്യുന്നത്. കൂടുതലായും പീരീഡ്സ് കഴിഞ്ഞ സ്ത്രീകളിലാണ് എൻഡോമെട്രിയൽ ക്യാൻസർ കാണുന്നത്. അവരിൽ ബ്ലീഡിംഗ് ആയിട്ടാണ് ഇതിൻ്റെ സിംറ്റംസ് കാണിക്കുന്നത്. അപ്പം പീരീഡ്സ് കഴിഞ്ഞ സ്ത്രീകളിൽ ബ്ലീഡിംഗ് വന്നാൽ തീർച്ചയായും എൻഡോമെട്രിയൽ ബയോപ്സി ചെയ്യേണ്ടതാണ്. അത് ചെയ്യുന്നത് മൂലം എൻഡോമെട്രിയൽ ക്യാൻസറോ അതിന് മുന്നോടിയായിട്ടുള്ള സ്റ്റേജ് ഉണ്ടെന്ന് നമുക്ക് നോക്കാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ചില സ്ത്രീകളിൽ ബ്ലീഡിംഗ് കാണുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് യൂട്രസ് റിമൂവൽ സർജറി ചെയ്യുന്ന ഒരു പ്രവണതയുണ്ട്. പക്ഷെ അതിൻ്റെ പ്രശ്നങ്ങൾ എന്തെന്ന് വെച്ചാൽ നമ്മൾ എൻഡോമെട്രിയൽ ക്യാൻസറിന് വേണ്ടി ചെയ്യുന്ന ഓപ്പറേഷനും സാധാരണ ഗർഭപാത്രം എടുക്കാൻ വേണ്ടി ചെയ്യുന്ന ഓപ്പറേഷനും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. നമുക്ക് അസുഖം ക്യാൻസർ ഉണ്ടെങ്കിൽ അത് സ്പ്രെഡാകാൻ സാധ്യതയുള്ള കഴലകൾ, വയറിലെ പാട എന്നിവ നീക്കം ചെയ്യുന്ന ഓപ്പറേഷനും കൂടി വേണ്ടി വരാം. നമ്മൾ നേരെ പോയി യൂട്രസ് റിമൂവൽ സർജറി ചെയ്യുകയാണെങ്കിൽ ഇതൊന്നും ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ തീർച്ചയായും നമ്മുടെ പീരീഡ്സ് കഴിഞ്ഞ സ്ത്രീകൾ പീരീഡ്സ് കഴിഞ്ഞിട്ട് ബ്ലീഡിംഗ് ഉണ്ടാവുകയാണെങ്കിൽ എൻഡോമെട്രിയൽ ബയോപ്സി ചെയ്യേണ്ടതാണ്. പീരീഡ്സ് കഴിഞ്ഞ സ്ത്രീകൾ മാത്രമല്ല, 45 വയസ്സിന് മേളിലുള്ള സ്ത്രീകളിൽ ബ്ലീഡിംഗ് പ്രശ്നങ്ങൾ, അതായത് അമിതമായ രക്തസ്രാവം, പീരീഡ്സിനിടയ്ക്കുള്ള ബ്ലീഡിംഗ് എന്നിവ കണ്ടാലും, പിന്നെ വണ്ണം കൂടുതലുള്ള സ്ത്രീകൾ, PCOD തുടങ്ങിയ പ്രശ്നങ്ങളുള്ള സ്ത്രീകളും എന്തെങ്കിലും പുതുതായുള്ള ബ്ലീഡിംഗ് പ്രശ്നങ്ങൾ കാണുകയാണെങ്കിലും അത് എൻഡോമെട്രിയൽ ക്യാൻസർ കാരണമാകാം. അതുകൊണ്ട് തന്നെ അവർ തീർച്ചയായും എൻഡോമെട്രിയൽ ബയോപ്സിയും കൂടെ ചെയ്യേണ്ടതാണ്. അപ്പോൾ എന്താണ് ഈ പ്രൊസീജിയർ, അതിന് ബുദ്ധിമുട്ടുള്ളൊരു പ്രൊസീജിയർ ആണോ എന്നുള്ളതാണ് പിന്നെ നമ്മുടെ ഒരു കൺസേൺ. ഇത് വളരെ സിമ്പിൾ പ്രൊസീജിയറായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. OPയിൽ സാധാരണ നമ്മൾ ഗൈനക്കോളജിസ്റ്റ് പരിശോധിക്കുന്ന സമയത്ത് ഒരു ചെറിയ ഒരു ട്യൂബ് യൂട്രസിനകത്തോട്ട് കടത്തി ആണ് ബയോപ്സി എടുക്കുന്നത്. അത് വളരെ സിമ്പിളായിട്ടുള്ള പിപ്പൽ ബയോപ്സി എന്ന് പറയും. സിമ്പിളായിട്ടുള്ളൊരു പ്രൊസീജിയറാണ്. അധികം വേദനയോ ബുദ്ധിമുട്ടോ ഒന്നും ആ സമയത്ത് ഉണ്ടാകുന്നതല്ല. അതുകൊണ്ട് തന്നെ അനസ്തേഷ്യയുടെ ആവശ്യവും അവിടെ ഉണ്ടാകുന്നില്ല. അത് പിറ്റേന്ന് തന്നെ നമുക്ക് നമ്മുടെ ഓഫീസിലും മറ്റും പോകാവുന്നതാണ്. ചില സ്ത്രീകളിൽ മാത്രം പക്ഷെ ഗർഭപാത്രത്തിൻ്റെ സെർവിക്സ് അടഞ്ഞിരിക്കുന്നത് മൂലം നമുക്ക് പിപ്പൽ ബയോപ്സി ചെയ്യാൻ സാധിക്കണമെന്നില്ല. അവർക്കും പിന്നെ ചിലപ്പോൾ നമുക്ക് അനസ്തേഷ്യ തന്ന് DNC ആയിട്ടോ അല്ലെങ്കിൽ ഹിസ്റ്റോസ്കോപ്പി ചെയ്ത് അതിനുശേഷമുള്ള ബയോപ്സി ആയിട്ടോ ചെയ്യേണ്ടി വരാവുന്നതാണ്. ഇതുമൂലം നമ്മൾ പിപ്പൽ ബയോപ്സി ചെയ്യുന്ന സമയത്ത് അതിനുശേഷം മേജറായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഒന്നും ഞാൻ പറഞ്ഞ പോലെ കാണാറില്ല. ചിലപ്പോൾ 2-3 ദിവസത്തേക്ക് ചെറിയ അടിവയറ്റിലെ വേദനയോ ചെറിയ ബ്ലീഡിങ്ങോ കാണാവുന്നതാണ്. അത് നമ്മുടെ സാധാരണ ജീവിതത്തെ ബാധിക്കാറില്ല. നമ്മൾ ഈ എടുക്കുന്ന ബയോപ്സിയുടെ റിപ്പോർട്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ നമുക്ക് ലഭിക്കുന്നതാണ്. അതിൽ എന്തെങ്കിലും പ്രശ്നം കാണുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ഗൈനക്കോൺകോളജിസ്റ്റ് നിങ്ങൾക്ക് സർജറിയും മറ്റ് ട്രീറ്റ്മെൻറ്റും നിങ്ങൾക്ക് അഡ്വൈസ് ചെയ്യുന്നതാണ്.